എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വെയിറ്റ് ചെയ്യാം. Okay. മോർണിംഗ് ഓൾ. എല്ലാവരും പഠിച്ചു കാണും അല്ലെ? വായിച്ചൊക്കെ തുടങ്ങി കാണും. റിവൈസ് ചെയ്ത് തുടങ്ങിയില്ലേ? പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് കാണണം എല്ലാവരുടെയും. നമ്മുടെ 5th ചാപ്റ്റർ നോക്കിയോ? ഫസ്റ്റ് ചാപ്റ്ററും 5th ചാപ്റ്ററും ഒക്കെ ഞങ്ങൾ റിവൈസ് ചെയ്തോ? ഫസ്റ്റ് ചാപ്റ്റർ ഓക്കെയാണോ? ഇൻട്രൊഡക്ഷൻ, മോഡലുകളൊക്കെ ഓക്കെയാണോ? കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് അല്ലെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. 2 ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് ജസ്റ്റ് ചോദിക്കാം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അല്ലെ? പഠിച്ചതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി പോകാം. ഓക്കെ, ആദ്യ ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പലതരത്തിലുള്ള അല്ലെ, ആദ്യം എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് മോഡലുകളെ സംബന്ധിച്ചാണ്. പക്ഷെ ചെറിയ ചെറിയ പാരഗ്രാഫ് ആണെങ്കിലും ആ ഇയറും അവരുടെ പേരുകളൊക്കെ ഓർത്ത് വെക്കണം എന്നൊക്കെ ഞാൻ എടുത്ത് പറയാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളെ പഠിച്ച് കുറെയൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? ശരിയല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. Home run model of HRM consists of which 4 functions? Home run model ഏതൊക്കെ ഫങ്ഷൻസ് ആണ് ഉണ്ടാവുക അല്ലെ? which 4 functions ആണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഏത് 4 ഫങ്ഷൻസ് ഒക്കെയാണ് അതുമായി ബേസ് ചെയ്ത് വരുന്നത്. കേസ് ചോദ്യത്തില് ഓപ്ഷനിൽ വരാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ്, കൺട്രോളിങ്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷൻസ്, സെയിൽസ്, then selection, appraisal, development, rewards, then 4th one recruitment, training, compensation, then hiring. Okay, ഏതായിരിക്കും നമ്മുടെ ഓപ്ഷൻ? 4 ഫങ്ഷൻസ് ഏതൊക്കെയാണ്?
ഹോം റൺ മോഡലിലെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. കാരണം നമുക്കറിയാം 4 കാര്യങ്ങളാണ് അതിൽ വരുന്നത്: സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ്. അതുപോലെ തന്നെ അവാർഡ് മോഡലിലാണെങ്കിൽ നമുക്കറിയാം ആ ഒരു രീതിയിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പോണൻസ് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഓർത്ത് വെക്കുക എന്താണ് അവിടെ സിറ്റുവേഷൻ ഫാക്ടേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റിനാണ് പ്രാധാന്യം വരുന്നത് അല്ലെ. സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, HRM പോളിസീസ്, HRM ഔട്ട്കംസിനൊക്കെ പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക, ഇയർ ഓർത്ത് വെക്കുക. അദ്ദേഹത്തിന്റെ പേര് അല്ലെ, ഹവാർഡ് മോഡൽ ഏതാണ്? മിഖായിൽ പിയർ, 1984, യൂണിവേഴ്സിറ്റി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയാണ്. ടെസ്റ്റ് മോഡൽ ആണെങ്കിലും നമുക്കറിയാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡേവിഡ് ഡിറ്റേസ്റ്റ് ആണ്, 1997 അതായത് നമുക്കറിയാം അവിടെ ഫിനാൻഷ്യൽ റിവാർഡ്സിന് അല്ലെ ഔട്ട്കംസ് ഇൻക്ലൂഡ്സ് ബിഹേവിയർ, പെർഫോമൻസ് റിലേറ്റഡ് ആൻഡ് ഫിനാൻഷ്യൽ റിവാർഡ്സ്. വാർവിക് മോഡൽ ആണെങ്കിൽ ഏത് മോഡലിന്റെ ഒരു അല്ലെ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഡെവലപ്ഡ് ഫ്രം ദ ഹവാർഡ് മോഡൽ അല്ലെ. ഹവാർഡ് മോഡലിന്റെ ഒരു വികസിതമായിട്ടുള്ള ഒരു രൂപമാണ് എന്തെന്ന് പറയുന്നത് വാർവിക് മോഡൽ എന്ന് പറയുന്നത്. ക്രിസ് ഹെൻറി ആൻഡ് ആൻഡ്രൂ എം പിറ്റിഗ്രോ ആണ് അല്ലെ അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് വാർവിക് യൂണിവേഴ്സിറ്റി 1990s ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും, ജസ്റ്റ് ഒന്ന് നോക്കി പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, which of the following is a key objectives of HRM? അങ്ങനെ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും രീതിയിൽ നമുക്കറിയാം എന്തായിരിക്കും പ്രധാനമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ തന്നിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റീവ്സിൽ പ്രധാനപ്പെട്ടത് അല്ലെ നമുക്കറിയാം. ഇപ്പൊ ഈ കേസ് ടു മിനിമൈസ് എംപ്ലോയി സാലറീസ്, ടു ഇൻക്രീസ് എംപ്ലോയി ടേൺ ഓവർ, ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ്. ഏതായിരിക്കും നമുക്ക് അതിൽ ആ ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റീവ്സിൽ ഉള്ള അല്ലെ ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും ഇവിടെ പറയുന്നുണ്ട് ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഒബ്ജക്റ്റീവ്സിലെ ഏതെങ്കിലുമൊക്കെ ആ ഒരു രീതിയിലൊക്കെ ഓപ്ഷൻ വന്നു കഴിഞ്ഞാലോ ഓർത്ത് വെച്ചേക്കുക. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം HRM കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ അല്ലെ. ജസ്റ്റ് അത് എന്താ പറയുക മീനിങ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കാരണം മറ്റു ഓപ്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ടു മിനിമൈസ് എംപ്ലോയി സാലറി കുറച്ച് കണ്ടുവരാനായിട്ട് ആരെങ്കിലും ഉദ്ദേശിക്കും. ടു ഇൻക്രീസ് എംപ്ലോയി ടേൺ ഓവർ, എംപ്ലോയീസ് അവിടെ നിന്ന് വിട്ടുപോകുന്ന കാര്യമായിരിക്കും, അതല്ല അല്ലെ. തീർച്ചയായിട്ടും എംപ്ലോയീസിന് ഗുണകരമായിട്ടുള്ള കാര്യമായിരിക്കും തീർച്ചയായിട്ടും അതിലുണ്ടാവും അല്ലെ. ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ എന്താണ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, അല്ലെങ്കിൽ ടു കമ്മ്യൂണിക്കേറ്റ് HRM പോളിസി ടു ഓൾ എംപ്ലോയീസ്. എംപ്ലോയീസിന് ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും അതിൽ പ്രധാനമായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഓപ്ഷനിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതാനൊക്കെ ആയിട്ട് ശ്രമിക്കേണ്ടതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അറിയാവുന്നതാണ്. HRM റിക്രൂട്ട്സ്, ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ്, കമ്മ്യൂണിക്കേഷൻ അല്ലെ. അതിന്റെ ആ ഹെഡിങ് വെച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്തായാലും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിലും അല്ലെ നമുക്ക് അത് വെച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായെങ്കിൽ നമുക്ക് ഇപ്പൊ ഇൻ കേസ് HRM that's the performance of the employees and on this evaluation employees get promoted. എങ്ങനെയാണ് അത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് അല്ലെ. HRMന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവാലുവേറ്റ് ചെയ്ത പെർഫോമൻസ് എന്ന് പറയുന്നത്. In case preparing forecast of future HRM needs is a part of which HRM function. ആ ഒരു രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ ഈ ഒരു വരുന്ന ഹെഡിങ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ എല്ലാം മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. അറേഞ്ച് വേരിയസ് വർക്ക്ഷോപ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ട്രെയിനിങ് കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ ടേക്ക് വേരിയസ് പ്രിപ്പറേഷൻസ് അല്ലെ. അവിടെ നമുക്കറിയാം ഒന്നും വിട്ടു പോകാതെ മുൻകരുതൽ എടുക്കാനായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം HRM ഡിപ്പാർട്ട്മെന്റ് കരുതിക്കൂട്ടി ചെയ്യേണ്ടതാണ്. ജോബ് എൻറിച്ച്മെന്റ് എന്താണ്, അല്ലെങ്കിൽ ജോബ് റൊട്ടേഷൻ, ജോബ് എൻലാർജ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരു ജോലി എല്ലാവർക്കും കൂടി ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് ഒരു ജോലി ചെയ്യുന്നതിൽ കുറച്ച് കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ടുള്ള ചുമതലകൾ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അല്ലെ. അതൊക്കെ ജോബ് എൻറിച്ച്മെന്റ് തന്നെ. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപോലെയുള്ള ജോലി വീണ്ടും വീണ്ടും ചെയ്ത് ബോറടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അത് മാത്രമല്ല ഏതെങ്കിലും ഒരു എംപ്ലോയി അബ്സെന്റ് ആണെങ്കിൽ അതിന്റെ അഭാവത്തിൽ ആ വർക്ക് നിലച്ചു പോകാത്ത രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ ജോബ് റൊട്ടേഷൻ അവിടെ പോളിസി പോകേണ്ടതാണ്.
അല്ലെ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കേളേ മഴയ്ക്ക് പോവാലോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ചു നോക്കിയിട്ട്. ഫങ്ഷൻസിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ കാണാറുണ്ട്. എന്താണ് പ്ലാനിങ് അല്ലെങ്കിൽ സ്റ്റാഫിങ്, ഡെവലപ്പിംഗ്, മോണിറ്ററിങ്, മെയിൻറ്റെയിനിങ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നമ്മുടെ സ്കില്ല്, എബിലിറ്റീസ്, നോളജ് ഒക്കെ മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു സെലക്ഷൻ കാര്യങ്ങളാണ്. അവിടെ അതേമാതിരി തന്നെ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നതാണ് അല്ലെ. ഇൻ കേസ് പ്രിപ്പയറിംഗ് ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ HRM നീഡ്സ് ഈസ് എ പാർട്ട് ഓഫ് വിച്ച് HRM ഫങ്ഷൻസ്. ആ ഒരു രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷൻ ആയിരിക്കും? സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ആണോ, ഡെവലപ്മെന്റ് ഫംഗ്ഷൻ ആണോ? പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് ഇതിലെ പെടുന്നതാണ്, പ്ലാനിംഗ് ഫംഗ്ഷനിലാണ് അല്ലെ. ഇൻ കേസ് ദ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ഓഫ് HRM is primarily concerned with the part എന്താണ് നമ്മൾ മനസ്സിലാക്കുക അല്ലെ. അഡ്മിനിസ്ട്രിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആണോ, അല്ലെങ്കിൽ ഒബ്റ്റെയിനിങ് പീപ്പിൾ വിത്ത് ദ അപ്രോപ്രിയേറ്റ് സ്കിൽ ഫോർ ജോബ്. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ തന്നെ മൈൻഡിലേക്ക് വരുന്നത് അല്ലെ, സൂട്ടബിൾ ആയിട്ടുള്ള സ്കില്ലും എബിലിറ്റീസും നോളജ് ഒക്കെ ഉള്ള പേഴ്സണെ കണ്ടെത്തി അല്ലെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനിലേക്കാണ് സ്റ്റാഫിംഗ് വരുന്നത്. അപ്പൊ ആ കിട്ടിയിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതേപോലെ തന്നെ in case analyzing learning requirements to ensure employees have the right skills for the job falls under which function? Okay, analyzing learning requirements. Okay, അതേത് ഫംഗ്ഷൻ ആയിരിക്കും? എന്താണ് മെയിൻറ്റെയിനിങ്, ഡെവലപ്പിംഗ്, ഇവാലുവേറ്റിംഗ്, സ്റ്റാഫിംഗ്. ഏതായിരിക്കും? അവരുടെ അല്ലെ അവരുടെ സ്കില്ല്, നോളജ് ഒക്കെ വികസിപ്പിക്കാനായിട്ട് അല്ലെ. അവിടെ നമുക്കറിയാം അനലൈസിങ് ലേണിംഗ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി പഠിച്ച് അല്ലെ അവിടെയുള്ള എംപ്ലോയീസിന് അല്ലെ അവിടെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അനലൈസിങ് ലേണിംഗ് റിക്വയർമെന്റ്സ് ടു എൻഷുർ എംപ്ലോയീസ് ഹാവ് ദ റൈറ്റ് സ്കിൽ ഫോർ their job falls under which function? ആ റൈറ്റ് സ്കില്ല് ഏതിലൂടെയാണ് അവർക്ക് ലഭ്യമാകുന്നത്? അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡെവലപ്പിംഗ് എന്നുള്ള ഇതിൽ എന്താ പറയുന്നത്? അനലൈസിംഗ് ലേണിംഗ് റിക്വയർമെന്റ്സ് ടു എൻഷുർ ദാറ്റ് എംപ്ലോയി പ്രോസസ് അല്ലെ. ആ നോളജും സ്കില്ലും നമ്മൾ ഏത് പ്രോസസ്സിലൂടെയാണ് അവർക്ക് കൊടുക്കുന്നത്? ഡെവലപ്പിംഗ് എന്ന ഒരു ഫംഗ്ഷനിലൂടെയാണ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ ഓപ്ഷൻസില് മെയിൻറ്റെയിനിങ്, ഡെവലപ്പിംഗ്, ഇവാലുവേറ്റിംഗ്, സ്റ്റാഫിംഗ്. ഓക്കെ, ആ ഓർഡറിൽ നമുക്കറിയാം. എന്താ പറയാ, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യത ഉണ്ടാവില്ല എയാണോ ബി ആണോ സി ആണോ എന്നുള്ളതിന്. എന്നാലും കറക്റ്റ് ഓപ്ഷൻ മനസ്സിലാക്കുക, ഡെവലപ്പിംഗ് എന്ന ഫംഗ്ഷനിലാണ് വരുന്നത്. ഒക്കെയാണ് അപ്പൊ പഠിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്നത്. എന്താണ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിസൈനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിവാർഡ് സിസ്റ്റം ഇൻക്ലൂഡിംഗ് പേ ആൻഡ് ബെനിഫിറ്റ്സ് ആർ പാർട്ട് ഓഫ് വിച്ച് ടു HRM ഫംഗ്ഷൻസ്. അപ്പൊ ഇതിലായിരിക്കും അത് മോണിറ്ററിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഫംഗ്ഷൻ അല്ലെ. നമുക്ക് അതില് കൃത്യമായിട്ട് പറയുന്നുണ്ട് റിവാർഡ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഫംഗ്ഷൻ. ഇതിലാണ് മോണിറ്ററിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഫംഗ്ഷൻസിലാണ്. അപ്പൊ ഈ ഫംഗ്ഷൻസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിപ്പോകേണ്ടതാണ്. ഓക്കെ അല്ലേ? ഓരോന്നും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ലല്ലോ. ഓക്കെ, നമുക്കറിയാം പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ചറന്നൊക്കെ ഉള്ളത് ചെറിയ പേരാണെങ്കിലും അതും അറിയാതെ ഇരിക്കുക ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, അതേമാതിരി തന്നെ പേഴ്സണൽ മാനേജ്മെന്റിന്റെയും HRMന്റെ ഒക്കെ ഡിഫറൻസുകൾ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്ങിന് എന്താണ് ടൂളായിട്ടാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഹ്യൂമൻ ബീയിങ്ങിനെ എന്താണ് അവിടെ ഒരു അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു മീനിങ് എപ്പോഴും മൈൻഡിലുണ്ടാവണം. അതേപോലെ തന്നെ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് ഹൗ ഈസ് ഇറ്റ് ജോബ് ഡിസൈൻ പ്രൈമർലി ബേസ്ഡ് ഓൺ? ജോബ് ഡിസൈൻ എപ്പോഴും എന്തിനെയാണ് ബേസ് ചെയ്യുന്നത്? ഓപ്ഷൻ വായിച്ച് നോക്കാൻ പോവാം. എന്താണെന്ന് നോക്കുക. ഓൺ ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, ഓൺ പെർഫോമൻസ് ഇവാലുവേഷൻ, ഓൺ ഡിവിഷൻ ഓഫ് വർക്ക്, ഓൺ ഇൻഡിവിജ്വൽ എംപ്ലോയി കോൺട്രാക്ട്സ്. പേഴ്സണൽ മാനേജ്മെന്റില് എന്താണ് പ്രൈമറിലി കൺസിഡർ ബേസ്ഡ് ചെയ്തത് എന്തിനെയാണ്? ഡിവിഷൻ ഓഫ് വർക്ക് ആണ് അല്ലെ.
പെർഫോമൻസിനെ ബേസ് ചെയ്യുന്നത് അതിലാണ് HRM-ലാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലാണ്. ഓക്കെ, അത് മാറിപ്പോവാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ഫങ്ഷൻസ് ഇവിടെ കൃത്യമായിട്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, അതൊക്കെ നമ്മൾ ജസ്റ്റ് കവർ ചെയ്ത് പോയതാണ്. ഡിഫറൻസസുകൾ അതില് പറയുന്നത് അല്ലെ, അവിടെ തീർച്ചയായിട്ടും അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പേഴ്സണൽ മാനേജ്മെന്റ് യൂസ് വർക്കേഴ്സ് ടൂൾസ് നമ്മൾ പറഞ്ഞു. മറ്റേതാണെങ്കിൽ HRM-ലാണെങ്കിൽ അത് അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അഡ്വാൻസ് വേർഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് അങ്ങനെ ഓരോന്ന് അല്ലെ, പേഴ്സണൽ മാനേജ്മെന്റിലാണെങ്കിൽ ജോബ് ഡിസൈൻ പ്രൈമറിലി ബേസ്ഡ് ഓൺ ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. അതേസമയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലാണെങ്കിൽ നമുക്ക് എന്താണ് പെർഫോമിംഗ് ഏരിയ ടാസ്ക് അല്ലെ, പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ്. അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് തന്നെ പോകാനൊക്കെ ശ്രമിക്കാം. അതിനെ ഓരോ അല്ലെ ഏതെങ്കിലും ഒരു ഡിഫറൻസ് തന്നിട്ടായിരിക്കും നമുക്ക് ഓപ്ഷൻ തരുന്നത് അല്ലെ, അപ്പൊ നമ്മളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ പേഴ്സണൽ മാനേജ്മെന്റ് based on job evaluation, unlike HRM where is based on performance evaluation. അതേമാതിരി തന്നെ നമ്മള് മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ്, ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസും നമ്മൾ കണ്ടായിരുന്നു അല്ലെ. അവിടെ ലൈൻ മാനേജേഴ്സ് ആണെങ്കിൽ എന്താണ് പ്രത്യേകത, എന്തായിരിക്കും പ്രത്യേകത? ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടിയില് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെ, അവിടെയാണ് അവരുടെ റോള് വരുന്നത് ലൈൻ മാനേജേഴ്സ്. ഓക്കെ, അതേസമയം HRM മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ ഓവറോൾ അല്ലെ, നമുക്കറിയാം ആ ഒരു എംപ്ലോയീസിന്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. Line manager is a person, employee of an organization who directly helps the other employees and is in charge of all the individuals working in the department. അല്ലെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഇൻചാർജ് ആയിട്ടാണ് ലൈൻ മാനേജർ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നത്. ആ പോയിന്റ് മറക്കാതെ തന്നെ നോട്ട് ചെയ്തിരിക്കുക. ഇൻ കേസ് ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസിൽ എന്താണ് ഇൻക്ലൂഡ് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചാൽ, ഡിസൈനിങ് ദ കമ്പനി വൈഡ് compensation structure, providing coaching and performance feedback to a team members, then formulating the organization strategies, HRM policies, representing the company in labor negotiations. നമുക്കറിയാം വലിയ വലിയ കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളതാണ്. ഈ പറഞ്ഞ മാതിരി സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോളിസികൾ രൂപീകരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള കോമ്പൻസേഷൻ സ്ട്രക്ചർ ഒക്കെ ഡിസൈൻ ചെയ്യുക, ഇതൊന്നും എന്താണ് ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടിയല്ല അല്ലെ, അത് HRM ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. അതേസമയം പ്രൊവൈഡിങ് കോച്ചിങ് ആൻഡ് പെർഫോമൻസ് ഫീഡ്ബാക്ക് ടു ടീം മെമ്പേഴ്സ്, അദ്ദേഹത്തിന്റെ ടീമിലുള്ള മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ആരാണ്? ലൈൻ മാനേജേഴ്സ് ആണ്. നമുക്കറിയാം ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയാണ് അവർ വഹിക്കുന്നത്. സോ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവരുടെ ചുമതലയിൽ വരുന്നത്. അപ്പൊ അത് ഇങ്ങനെ നമുക്കറിയാം അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അവിടെ തീർച്ചയായിട്ടും ഡ്യൂട്ടീസുകൾ അവിടെ കാണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഡ്യൂട്ടി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്ഷൻസ് കണ്ടെത്തി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൽ പറയുന്നുണ്ട് ഡ്യൂട്ടി പ്രൊവൈഡിങ് കോച്ചിങ് ആൻഡ് പെർഫോമൻസ് ഫീഡ്ബാക്ക് ടു ഓൾ ടീം മെമ്പേഴ്സ്. നമുക്ക് അറിയാവുന്ന അല്ലെ, നമുക്ക് ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ചോദ്യം മനസ്സിലാക്കിയതൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. One of the impact of HRM on organizational performance is improving employees' skill and abilities. അവരുടെ സ്കില്ലും അബിലിറ്റീസും എങ്ങനെയാണ് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നത്? നമുക്ക് ഓപ്ഷൻസ് ഹൈ സാലറീസ്, ട്രെയിനിങ്, ലോങ്ങർ വെക്കേഷൻസ്, സ്ട്രിക്റ്റ് പോളിസീസ്, എങ്ങനെയാണ് അവരുടെ സ്കില്ല് അല്ലെങ്കിൽ എബിലിറ്റീസ് അത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്? ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഹൈ സാലറീസ് ബേസ് ചെയ്തിട്ടാണോ, ട്രെയിനിങ് കൊടുത്തിട്ടാണോ, ലോങ്ങർ വെക്കേഷൻസ്, സ്ട്രിക്റ്റ് പോളിസികൾ കൊടുത്തിട്ടാണോ? എങ്ങനെയായിരിക്കും അവരുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്? ഓപ്ഷൻ ബി ട്രെയിനിങ് അല്ലെ, ട്രെയിനിങ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. HRM practice can improve employee skills and abilities so that they improve organizational performance. Training is a management tool അല്ലെ, ആ ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്.
നമ്മളെ റിക്രൂട്ടിംഗ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ് ട്രെയിനിങ് ഒക്കെ കൊടുത്തു. നമുക്കറിയാം എംപ്ലോയീസ് റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. റിട്ടൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻ കേസ് ഇങ്ങനെ ഒരു ചോദ്യം, എഫക്റ്റീവ് HRM പ്രാക്ടീസ് ക്യാൻ ലീഡ് ടു, അതായത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള HRM പ്രാക്ടീസ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ലീഡ് ചെയ്യാൻ സാധിക്കും? ലോവർ പ്രൊഡക്ടിവിറ്റി, ഹയർ എംപ്ലോയി റിട്ടൻഷൻ, ലെസ് ഇന്നോവേഷൻ, വീക്കർ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, നല്ലൊരു HRM പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഈ ഓപ്ഷനിൽ ഏതായിരിക്കും? ലോവർ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും? അല്ല, അല്ലെ? ഹയർ എംപ്ലോയി റിട്ടൻഷൻ ആയിരിക്കും? എന്താണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്? നല്ല പ്രാക്ടീസും കാര്യങ്ങളൊക്കെ, നല്ല കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ കൊടുത്താൽ എംപ്ലോയിക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടാവും, അല്ലെ? അവിടെ വന്നു പോകണമെന്ന് അവർ ആഗ്രഹിക്കും. തീർച്ചയായിട്ടും ആ മറ്റൊരു കമ്പനി തേടി പോകാനായിട്ട് അവരെ ആഗ്രഹിക്കില്ല, അല്ലെ? അപ്പൊ റിട്ടൻഷൻ റേറ്റ് എന്തായിരിക്കും? ഹൈ. അവിടെ നിന്ന് പോകുന്ന നിരക്ക് കുറവായിരിക്കും. വിട്ടുപോകുന്ന നിരക്ക് അവർ കുറവായിരിക്കും, അവരുടെ താല്പര്യം കൂടുതലായിരിക്കും. അപ്പൊ എംപ്ലോയി റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. ഓക്കെ, അതിന്റെ ആൻസറും അത് തന്നെയാണ്, ഹയർ എംപ്ലോയി റിട്ടൻഷൻ. അവർക്ക് ആ ഒരു നല്ല പ്രാക്ടീസ്, നല്ലൊരു കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവര് ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്ന നിരക്ക് കുറവായിരിക്കും. റെഡ്യൂസിങ് ടേൺ ഓവർ ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് കോസ്റ്റ്. കേസ് നമുക്കറിയാം, ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്, അതായത് റിഡ്യൂസിങ് ടേൺ ഓവർ കോസ്റ്റ് അവർക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാരണം എന്തുകൊണ്ടാണ്? വീണ്ടും വീണ്ടും എംപ്ലോയീസിനെ കണ്ടെത്തേണ്ടതായിട്ട് വരുന്നില്ല, അല്ലെ? അവിടെ അവർക്ക് സെലക്ഷൻ പ്രൊസീജിയറോ ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്ത് പുതിയ പുതിയ എംപ്ലോയീസിനെ വീണ്ടും കണ്ടെത്തേണ്ടതായിട്ട് വരുന്നില്ല. ഉള്ള എംപ്ലോയീസ് മറ്റൊരു കമ്പനി തേടി പോകാനായിട്ട് സാധ്യത ഇല്ലാത്തത് കൊണ്ട്. നമുക്കറിയാവുന്നതാണോ എന്താണ് മെയിൻ ഓർഗനൈസേഷൻ ഗോൾസ് എന്ന് പറയുന്നത്? ഒഫീഷ്യലും ഉണ്ട്, ഓപ്പറേറ്റീവ് ഉണ്ട്. അതായത് ഓർഗനൈസേഷന് ഒരു മെയിൻ ആയിട്ടുള്ള ഗോൾ ഉണ്ട്, അതായിരിക്കും ഒഫീഷ്യല്. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഗോൾസ്, അല്ലെ? മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് അതാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഗോള്. ഓപ്പറേറ്റീവ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു അച്ചീവ് എ ഡിസൈർഡ് ഔട്ട്കം, അതായത് നേരത്തെ ഉള്ള ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആവശ്യങ്ങൾ അത് നേടിയെടുക്കുക, അതാണ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഗോൾസ്. അത് സിമ്പിൾ ആണെങ്കിലും ക്വസ്റ്റ്യൻസിൽ കാണാറുള്ളതാണ്. ഓർഗനൈസേഷന്റെ ഗോൾസ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ആൻഡ് ഓപ്പറേറ്റീവ് ആണ്. ഓക്കെ, ഒഫീഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ സീക്സ് ടു അക്കംപ്ലിഷ്. ഓർഗനൈസേഷൻ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അതിനെയാണ്, ആ ഒരു ഒബ്ജക്റ്റീവ്സിനെയാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ ഇതുപോലോ സമയം കളയേണ്ടതില്ലല്ലോ, നമുക്ക് വലിയൊരു ചാപ്റ്റർ കിടക്കുന്നുണ്ട്, അല്ലെ? ജോബ് ക്യാരക്ടറിസ്റ്റിക്സും മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. അതിൽ കുറച്ച് ജോബ് ഇവാലുവേഷനും റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്, പെർഫോമൻസ് മാനേജ്മെന്റ്, റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ, ഇതെല്ലാം നമുക്കറിയാം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കി പോകാൻ തന്നെ ശ്രമിക്കുക. ജോബ് ഡിസൈൻ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം നല്ലൊരു രീതിയിലുള്ള സ്ട്രക്ചർ ഉണ്ടെങ്കിൽ എല്ലാത്തിനും അത് ഗുണകരമാണ്, അല്ലെ? നല്ല രീതിയിലുള്ള സ്ട്രക്ചർ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ അപൂർണമായിരിക്കും, അവിടെ ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുമില്ല, അല്ലെ? ഇൻ കേസ് പുവർലി ഡിസൈൻഡ് ജോബ് ഓപ്പൺ റിസൾട്ട് ഇൻ എന്തായിരിക്കും? ഹൈ മോട്ടിവേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി, ബോർഡം ആൻഡ് ഹൈ ടേൺ ഓവർ, ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഇൻക്രീസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. ബി ആയിരിക്കും, അല്ലെ? ബോർഡം ആൻഡ് ഹൈ ടേൺ ഓവർ ആയിരിക്കും ഉണ്ടാവുക. Okay. നമുക്കറിയാം ഇതില് കുറച്ച് കാര്യങ്ങൾ, ഇതും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് മസ്റ്റായിട്ടും ആ സെന്റൻസുകൾ കൃത്യമായിട്ട് നോക്കി പോവുക. കാരണം ഏതെങ്കിലും ഒരു സെന്റൻസ് വെച്ചിട്ട് അത് ജോബ് സിംപ്ലിഫിക്കേഷൻ ആണോ, ജോബ് എൻലാർജ്മെന്റ് ആണോ, റൊട്ടേഷൻ ആണോ, എൻറിച്ച്മെന്റ് ആണോ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാവുന്നതാണ്. അപ്പൊ ഈ ഭാഗവും പ്രധാനമായിട്ടും നോക്കേണ്ടതാണ്. എന്താണ് വർക്ക് സിംപ്ലിഫിക്കേഷൻ? വർക്ക് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻടു സിമ്പിൾ എന്താണ് റിപ്പീറ്റഡ് ടാസ്ക് ദാറ്റ് മാക്സിമൈസ് എഫിഷ്യൻസി, അല്ലെ? അത് വളരെ നമുക്കറിയാം പല രീതികൾ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ജോലിയെ രൂപകൽപ്പന ചെയ്യുന്നത്. എല്ലാവർക്കും ലളിതമായിട്ട് മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ബ്രോക്കൺ ഡൗൺ ഒക്കെ ചെയ്തിട്ടായിരിക്കണം
job enlarge the process of expanding job duties. Expand the duties job rotation the process rotating was different narrowly defined task without disrupting the flow of work. In case employee landed ആ വർക്ക് ഫ്ലോ ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ജോബ് റൊട്ടേഷൻ ഒക്കെ മതിയായി തീരും. അപ്പൊ ആ രീതിയിലൊക്കെ അതൊരു ഉപകാരപ്പെടെ ചെയ്യണം. Then job enrichment the process of putting specialized task back to the so that one person is responsible. അല്ലെ നമ്മള് പറഞ്ഞ ഒരു ചില ചെറിയ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ചില ചുമതലകൾ കൂടി അല്ലെ ഇൻ കേസ് അവരെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാനോ അല്ലെങ്കിൽ ചെറിയ ഒരു റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ഇവർക്ക് ചെയ്യാനുള്ള കഴിവുകളോ അങ്ങനെയൊക്കെ അഡീഷണൽ ചുമതലകളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം വർക്കിന് തടസ്സമില്ലാതെയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും. ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ടീം ബേസ് ചെയ്തിട്ട് അല്ലെ എല്ലാ മോൾ ആയിട്ട് മീനിങ് ഫുൾ വർക്ക് ചൂണ്ടിയിട്ടാണ് എല്ലാ മൊത്തത്തില് നമുക്ക് എന്താണ് ടീം ബേസ് ചെയ്തിട്ട് ഒരു ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്യാതെ എല്ലാവർക്കും കൂടി അത് കൈകാര്യം ചെയ്തെടുക്കാനായിട്ടുള്ള രീതികളിലൊക്കെ ജോബ് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ജോബ് അനാലിസിസിന്റെ ഡെഫിനിഷനൊക്കെ അദ്ദേഹത്തിന്റെ പേരൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ഇതാണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാം. അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആണ്, ജോബ് സ്പെസിഫിക്കേഷൻ ആണ്. അതായത് ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ അതിന്റെ ടൈറ്റിൽ എന്താണ് ജോലി, എന്താണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെ ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ ഉണ്ടെങ്കിൽ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ ജോലി ചെയ്യാൻ യോഗ്യരായ വ്യക്തി, ആ വ്യക്തിക്കുള്ള ക്വാളിഫിക്കേഷൻ, നോളജ്, സ്കില്ല് അല്ലെ അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ് ജോബ് സ്പെസിഫിക്കേഷനിലുണ്ട്. പ്രോസസ് ഓഫ് ജോബ് അനാലിസിസിന്റെ ഫസ്റ്റ് അല്ലെ ഫസ്റ്റ് സ്റ്റെപ്പ് ബേസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ഡ്യൂട്ടീസ് ആണെങ്കിൽ പ്രിപ്പയറിംഗ് ജോബ് അനാലിസിസ് ആണ്. സെക്കൻഡ് performing job analysis, designing job descriptions and job specifications. Last one, controlling job descriptions and job specifications. Questions വന്ന് കാണാറുണ്ട്. which is the first step and the last step അല്ലെങ്കിൽ ഈ രീതിയിൽ ഏതെങ്കിലുമൊക്കെ ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച് കാണാറുണ്ട്. ജസ്റ്റ് അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഈ സ്റ്റേജിലൊക്കെയാണ് കംപ്ലീറ്റ് റിവ്യൂ എക്സിസ്റ്റിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ is done to have a prior insight to the duties, responsibility, organization chart, working conditions, hazards എല്ലാം വരുന്നത് പ്രിപ്പയറിംഗ് ജോബ് അനാലിസിസിൽ. then performing the job analysis. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് വായിച്ചു പോകുമ്പോൾ ജസ്റ്റ് ആ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ ഇൻക്ലൂഡഡ് ആയ അല്ലെ ആ ഒരു പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ കൂടി പോകാനായിട്ട് ശ്രമിക്കാം. ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ഇവിടെ ചാർട്ട് രൂപേണയൊക്കെ തന്നിട്ടുണ്ട്. സോ അതിൽ നോക്കി വ്യക്തമായി തന്നെ മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലും രീതിയിൽ ഇത് എന്തിന്റെ അണ്ടറിൽ വരുന്നതാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നാൽ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് കൊണ്ട് സാധിക്കും. Okay, in case of the process of comparing job with other jobs in an organization to assess its property is called job analysis, job design, job evaluation, job rotation. നമ്മൾ 5 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. അപ്പൊ അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് the process of comparing a job with other jobs. മറ്റൊരു ജോബുമായിട്ട് അല്ലെ ആ ഓർഗനൈസേഷന്റെ ജോലിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് വിലയിരുത്തുന്ന രീതി അതേതായിരിക്കും? ജോബ് അനാലിസിസ് ആണോ, ജോബ് ഡിസൈൻ ആണോ, ജോബ് ഇവാലുവേഷൻ ആണോ, ജോബ് റൊട്ടേഷൻ ആണോ? ജോബ് ഇവാലുവേഷൻ അല്ലെ വിലയിരുത്തുന്ന ഒരു പ്രോസസ്സിംഗ് ആണോ അവിടെ വരുന്നത്. അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലെ മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. What is the process of expanding a job duties called? എന്താണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? ജോലിയുടെ ഡ്യൂട്ടീസ് കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? ജോബ് റൊട്ടേഷൻ ആണോ, വർക്ക് സിംപ്ലിഫിക്കേഷൻ ആണോ, ജോബ് എൻലാർജ്മെന്റ് ആണോ, ജോബ് എൻറിച്ച്മെന്റ് ആണോ? Okay, job enlargement. Then rotating works among a different narrowly defined tasks is known as rotating കേൾക്കുമ്പോൾ തന്നെ അറിയാം ജോബ് എൻറിച്ച്മെന്റ് ആണോ, ജോബ് റൊട്ടേഷൻ ആണോ, ജോബ് എൻലാർജ്മെന്റ് ആണോ, ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ ആണോ? Rotating work among different narrowly defined tasks is known as job rotation. അല്ലേ, അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആ രീതിയാണെങ്കിൽ അത് ജോബ് റൊട്ടേഷൻ ആണ്.
in case നോക്കുകയാണെങ്കിൽ the process of putting specialized task back together, so one person is responsible for a whole product or services. Confusion വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. Job rotation ആണോ, വർക്ക് സിംപ്ലിഫിക്കേഷൻ ആണോ, ജോബ് എൻലാർജ്മെന്റ് ആണോ, ജോബ് എൻറിച്ച്മെന്റ് ആണോ? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ജോബ് എൻറിച്ച്മെന്റ് ആണ് അല്ലെ. Specialized task back together, so one person is responsible for all products or a service. Okay. Then എന്താണ് നമുക്ക് എല്ലാം ഓക്കെയാണ്, നമ്മൾ ചിന്ത ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. The immediate products of the job analysis are recruitment and interview questions, performance appraisal and salary structure, job descriptions, job specifications, training manuals and employee handbooks. Option ഏതാണ്? അറിയാവുന്നതാണ്, ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചേക്കുന്നതാണ്. ഇമ്മീഡിയറ്റ് പ്രോഡക്ട്സ് ഓഫ് ജോബ് അനാലിസിസ് എന്താണ്? ഇമ്മീഡിയറ്റ് പ്രോഡക്ട്സ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ ആണ് അല്ലെ, അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ്. മറക്കാതിരിക്കാൻ ശ്രമിക്കുക. Which is the foremost step in the process of job analysis? എന്താണ് foremost step എന്ന് പറയുന്നത്? ഏതായിരിക്കും foremost step എന്ന് പറയുന്നത്? Foremost എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ, ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്. Which is the last step എന്ന് വെച്ചാൽ controlling job descriptions and job specifications. Okay, അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാ. അവിടെ ചോദിക്കുന്നത് ഫൈനൽ സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ഇസ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് കംപ്രൈസ് ഡീറ്റെയിൽസ് അബൌട്ട് ഡിസ്ക്രിപ്ഷൻസിൽ എന്താണ്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്? The required education and skill for a job. B, option B ആണ് job duties, responsibility and working conditions. Then option C ആണ് the personality traits of an ideal candidate. Then option D ആണ് the salary range and benefits package. ഏതായിരിക്കും ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ വരുന്നത്? ഓപ്ഷൻ ഇവിടെ പറയേണ്ടതുണ്ടോ? ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ വരുന്നത് ഓപ്ഷൻ എ പറയുന്നത് the required education and skill for a job. Second one job duties, responsibility and working conditions. The third one the personality traits of an individual candidate. Then fourth one that option D പറയുന്നത് the salary range and benefits package. Okay, option B ആണ് ഇതാണ് job duties, responsibilities and working conditions. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഭാഗമാണ് അല്ലെ. നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. നമുക്ക് വലിയൊരു ചാപ്റ്റർ കിടപ്പുണ്ട്, അതിലേക്ക് പോകാം. പോകാലോ? Okay, managing employee benefits and employee relations. Okay, what is the primary objectives of offering employee benefits? നമുക്കറിയാം എന്താണ് എംപ്ലോയി ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എംപ്ലോയി എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നൊക്കെയുള്ള കാര്യമാണ് ആദ്യം തന്നെ പറയുന്നത്. അതായത് എംപ്ലോയിക്ക് സാലറിക്ക് അപ്പുറം അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കോമ്പൻസേഷൻ അല്ലെങ്കിൽ പാക്കേജുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എംപ്ലോയീസ് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള കോമ്പൻസേഷനുകളുണ്ട്. അതായത് തൊഴിലുടമ എംപ്ലോയർ സ്വമേധയാ എംപ്ലോയിക്ക് എന്തെങ്കിലും പാരിതോഷികങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ പാക്കേജുകൾ പ്രൊവൈഡ് ചെയ്യാം. ചിലതെല്ലാം മസ്റ്റായിട്ട് നിയമപരമായിട്ട് എംപ്ലോയിക്ക് അർഹിക്കപ്പെടേണ്ടതുണ്ട്. PF അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി അല്ലെങ്കിൽ ചില 250 ഒക്കെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സർവീസ് ഒക്കെ അവിടെ മസ്റ്റായിട്ടും എംപ്ലോയിക്ക് അർഹിക്കപ്പെടുന്ന
ആനുകൂല്യങ്ങളാണ്. ചിലപ്പോൾ നമുക്കറിയാം എംപ്ലോയർ ഫസ്റ്റായിട്ടും എംപ്ലോയിക്ക് ലഭ്യമാക്കി കൊടുക്കാത്തതുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവര് വിലപേശിയിട്ടാണ് ആ ഒരു നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോഴാണ് അത് കളക്റ്റീവ് ബാർഗെയിനിങ്, നെഗോഷിയേറ്റഡ് എഗ്രിമെന്റ് ബേസ് ചെയ്തിട്ട് ആ കോമ്പൻസേഷൻ പാക്കേജുകളൊക്കെ നേടിയെടുക്കുന്നത്. വ്യത്യസ്ത വ്യക്തികള് ഇതിനെ നിർവചിക്കുന്നുണ്ട്. അപ്പൊ ആ പേരുകളൊക്കെ നോക്കി വെച്ചിട്ട് ഗ്രേറ്റ് വെസ്റ്റ്ലർ എന്താണ് പറഞ്ഞത്, വില്യം ബി ബെർത്തക്കാൾ എന്താണ് പറഞ്ഞത്, ബുക്മാൻ എന്താണ് വിശേഷിപ്പിക്കുക എന്നുള്ള കാര്യം നോട്ട് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സിൽ നമുക്കറിയാം എന്താണ് ഒരുപാട് ഫീച്ചേഴ്സുകൾ പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു ഡയറക്റ്റ് കോമ്പൻസേഷൻ അല്ല, സാധാരണയ്ക്ക് അപ്പുറമുള്ളതാണ്, ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആണ്. നമുക്കറിയാം തൊഴിലുടമയാണ് അതിന്റെ റിസ്ക് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ചിലതിലൊക്കെ ചെറിയൊരു പ്രൊപ്പോർഷനേറ്റ് അല്ലെ കോൺട്രിബ്യൂഷൻ എംപ്ലോയിയും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ PF ആണെങ്കിൽ ഒരു നിശ്ചിത ഭാഗം എംപ്ലോയിയുടെ സാലറിയും പിടിക്കുന്നുണ്ട്. എനിവേ മോസ്റ്റ്ലി നമുക്കറിയാം എംപ്ലോയർ തന്നെയാണ് ഈ റിസ്കുകൾ വഹിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികളുടെ താല്പര്യത്തിന് വഴങ്ങിയിട്ട് അവരുടെ പിടിച്ചു നിർത്താൻ അല്ലെ കമ്പനിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകാൻ, അതല്ലെങ്കിൽ അവർക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ട് വർക്ക് നല്ല സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് തൊഴിലുടമ അവർക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പലതരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ എന്തായാലും നമ്മൾ കണ്ടു. അപ്പൊ അതില് പ്രധാനമായിട്ട് എക്സാമ്പിൾ സഹിതം ചോദിച്ചു കാണാറുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ പറയുന്നുണ്ട് സ്റ്റാറ്റ്യൂട്ടറി ആസ് വെൽ ആസ് വോളണ്ടറി ബെനിഫിറ്റ്സ്. അതായത് എന്താണ് ട്രാൻസ്പോർട്ട് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു വോളണ്ടറി ബെനിഫിറ്റ്സ് ആണ്. അതേസമയം പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്സ് ആണ് അല്ലെ. സ്വമേധയ തൊഴിലാളികൾക്ക് നൽകുന്ന ബെനിഫിഷ്യൽ പാക്കേജുകളെയാണ് നമ്മൾ എന്താണ് വോളണ്ടറി ബെനിഫിറ്റ്സ് എന്ന് പറയും. ഇപ്പൊ ട്രാൻസ്പോർട്ട് ഒക്കെ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, വോളണ്ടറി ബെനിഫിറ്റ്സ് ആണ്. എങ്കിൽ PF പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ അത് എന്താണ് നിയമപരമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ആനുകൂല്യങ്ങളാണ്. അപ്പൊ പോവുക. ഇനി നമുക്കറിയാം അതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെനിഫിറ്റ്സ് are often non-taxable, which provides a benefit to employees. അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ നോൺ ടാക്സിബിൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് പേയ്മെന്റ് അടയ്ക്കേണ്ട വരുന്നില്ല, ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നില്ല. അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവുക. One of the key features of employee benefits is that they are a form of compensation, additional compensation, performance related fees, hourly wages. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ആയിട്ട് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് എടുത്ത് പറയുന്നതാണ് അഡീഷണൽ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആണ് അല്ലെ, ഓൾമോസ്റ്റ് ആയിട്ടുള്ള ഫീച്ചർ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. ജസ്റ്റ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. എംപ്ലോയീസ് ബെനിഫിറ്റ്സിനെ മറ്റൊരു പേരിൽ അറിയപ്പെടാം. എന്താണ് അറിയപ്പെടുന്നത്? മറ്റൊരു പേര് എന്താണ് എംപ്ലോയീസ് ബെനിഫിറ്റ്സിന്റെ? ഫ്രഞ്ച് ബെനിഫിറ്റ്സ്. അതൊക്കെ ഓർത്ത് വെച്ചിരിക്കാം. ഒബ്ജക്റ്റീവ്സിലും നമ്മൾ കണ്ടായിരുന്നു ടാക്സ് ഒന്നും ഇല്ലാത്ത ഒരു കാര്യമാണ്. അതേമാതിരി തന്നെ റിസ്ക് വഹിക്കുന്നത് മോസ്റ്റ്ലി നമുക്കറിയാം എംപ്ലോയർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ നല്ല ബെസ്റ്റ് ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുക എന്നൊക്കെ ഒരു എയിം വെച്ചുകൊണ്ടാണ് എംപ്ലോയീസ് ഇത്തരത്തിലുള്ള ഫ്രഞ്ച് ബെനിഫിറ്റ്സ് വാഗ്ദാനങ്ങളൊക്കെ അവർക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ, അതായത് കുറച്ചുകൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ മാക്സിമം ലഭ്യമാക്കി അവരെ സാറ്റിസ്ഫൈ ചെയ്യുക, എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളൊരു മൈൻഡായിരിക്കും എംപ്ലോയറുടെ മൈൻഡിൽ ഉണ്ടാവുക. പ്രിൻസിപ്പിൾസ് നമുക്കറിയാവുന്നതാണ്. വ്യത്യസ്ത തരത്തിലുള്ള പ്രിൻസിപ്പിൾസുകളുണ്ട്. അതായത് ഒരിക്കലും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് അല്ലെ, ഒരുപാട് എക്സ്പെൻസ് ഹാൻഡിൽ ചെയ്തിട്ട് അവർക്ക് ബെനിഫിഷ്യൽ പാക്കേജ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ അവര് കൂട്ടി പോകേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് മോസ്റ്റ് ഓഫ് ദ പേഴ്സൺസിനും അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റാൻ പറ്റുന്നത്, അത് സാറ്റിസ്ഫൈഡ് ആയി അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾസ് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വന്നാൽ, ഇപ്പൊ എ പ്രിൻസിപ്പിൾ ഓഫ് എംപ്ലോയ് ബെനിഫിറ്റ്സ് ഇസ് ദാറ്റ് they should be provided out of pressure from the government, a sense of superiority from management, then sincere concern for the welfare of employees, then next one by a desire to reduce company profits. നമുക്കറിയാം ഈ എന്തെങ്കിലും ബെനിഫിറ്റ്സ് കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് റിഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ
ഗവൺമെന്റിന്റെ പ്രഷർ കൊണ്ടൊന്നല്ല, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഓക്കെ നമുക്കറിയാം. അത് ഒരു പക്ഷേ നിയമപരമായിട്ട് നമുക്ക് പെനാൽറ്റിനെയൊക്കെ പേടിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ അതല്ലാതെ അഡീഷണൽ ആയിട്ട് ഈ കോമ്പൻസേഷൻ ഒന്നും മാക്സിമം നമുക്കറിയാം എംപ്ലോയറുടെ വെൽഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആനുകൂല്യം അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത് അല്ലെ. സിൻസിയർ കൺസേൺ ഫോർ ദ വെൽഫെയർ ഓഫ് എംപ്ലോയീസ്, എംപ്ലോയീസിന്റെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട് എംപ്ലോയർ താല്പര്യപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പലതരത്തിലുള്ള എംപ്ലോയി ബെനിഫിറ്റ്സുകൾ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടു. അത് എന്താണ് പേയ്മെന്റ് ഫോർ ടൈം വർക്ക് നോട്ട് വർക്ക്ഡ് കേസ്, നമുക്ക് ഹോളിഡേസിലോ അല്ലെങ്കിൽ അല്ലെ നമ്മുടെ എന്താ പറയാ നമ്മള് എല്ലാ വീക്കിലി ഉണ്ടാകുന്ന ഹോളിഡേസിന് ഉപരി നമുക്കറിയാം അവേർലി നമുക്ക് അല്ലെ ലീവ് ആവേണ്ട സമയത്താണെങ്കിലും ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് അവേഴ്സ് ഒക്കെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള പേയ്മെന്റ്സുകൾ അവിടെ ലഭ്യമാക്കും. പെയ്ഡ് ഹോളിഡേസ്, ഷിഫ്റ്റ് പ്രീമിയം, ഹോളിഡേ പേ, പെയ്ഡ് വൊക്കേഷൻ, ഇതിലെല്ലാം ചെറിയതാണ് എങ്കിലും അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ രീതിയിൽ അല്ലെ ഹു ഹാവ് വർക്ക്ഡ് ഓൺ പെയ്ഡ് ഹോളിഡേസ് ആർ പെയ്ഡ് ഡബിൾ ദ റേറ്റ് ഓഫ് സ്റ്റാഫേഴ്സ് ആണുള്ളത്. അപ്പൊ അത് ഹോളിഡേ പേ ആണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ആ ഒരു സെന്റൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം അല്ലെ. ഡബിൾ ദ റേറ്റ് ആണ് ഹോളിഡേ ടൈമിൽ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള പേയ്മെന്റ്സ് എന്ന് പറയുന്നത് ഹോളിഡേ പേസ് ആണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻസ് കാണാറുള്ളതും നോക്കാം. അതില് ഒരു ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് നോക്കാം. പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ് ഇൻക്ലൂഡ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെനിഫിറ്റ്സ്, ഏത് ബെനിഫിറ്റ്സിലാണ് അത് അല്ലെ പറയുന്നത്. റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ, പെയ്ഡ് ഹോളിഡേസ് ആൻഡ് പെയ്ഡ് വെക്കേഷൻ, ലേ ഓഫ് കോമ്പൻസേഷൻ, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്. നമുക്കറിയാം അത് എന്തിനാണ് പെയ്ഡ് ഹോളിഡേസ് ആൻഡ് പെയ്ഡ് വെക്കേഷൻസിലാണ് വരുന്നത് എന്നുള്ളത്. അതേമാതിരി വീണ്ടും വരുന്നത് എന്താണ് പേയിങ് ഡബിൾ ദ നോർമൽ സാലറി റേറ്റ് ഫോർ വർക്കിംഗ് ഓൺ എ പെയ്ഡ് ഹോളിഡേസ് ഈസ് നോൺ ആസ് ഷിഫ്റ്റ് പ്രീമിയം, ഹോളിഡേ പേ, പെയ്ഡ് വെക്കേഷൻ, ലേ ഓഫ് കോമ്പൻസേഷൻ. അപ്പൊ നമ്മൾ ഡബിൾ ദ സാലറി റേറ്റ് കൊടുക്കുന്നത് എന്തിലാണ് നമുക്കറിയാം ഹോളിഡേ പേസിലാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു രീതി തന്നെ അല്ലെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി പോകാൻ ശ്രമിക്കുക. എ പ്രീമിയം പെയ്ഡ് ടു വർക്കേഴ്സ് ഹു ഹാവ് വർക്ക്ഡ് ഫോർ ഓഡ് അവേഴ്സ് ഷിഫ്റ്റ്. ഓഡ് അവേഴ്സ് ഷിഫ്റ്റിൽ അത് എവിടെയാണ് കൊടുക്കുന്നത്? ഷിഫ്റ്റ് പ്രീമിയത്തിൽ. ഓപ്ഷനിലൊക്കെ നമ്മൾക്ക് ഇതൊക്കെ തരും. ഹോളിഡേ ബേസ്, പെയ്ഡ് ഹോളിഡേസ്, ഷിഫ്റ്റ് പ്രീമിയം തരും. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓഡ് അവേഴ്സിൽ കൊടുക്കുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ അത് ഷിഫ്റ്റ് പ്രീമിയം ആണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ആ വേർഡ് മീനിങ്ങുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഡബിൾ ദ റേറ്റ് ആണെങ്കിൽ അത് ഹോളിഡേ ബേസ് ആണ്. ഓഡ് അവേഴ്സ് ഷിഫ്റ്റ് ഒക്കെയാണ് കൊടുക്കണമെങ്കിൽ അത് ഷിഫ്റ്റ് പ്രീമിയം ആണ് അല്ലെ. നമുക്കറിയാം ഈ ആക്ടും പ്രധാനപ്പെട്ടതാണ്. ദ ഫാക്ടറീസ് ആക്ട് 1948. ആ ഇയറും ഒക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോകേണ്ടതാണ്. അതേപോലെ തന്നെ എല്ലാത്തിന്റെ ഇയർ ഉണ്ടാവും. നമ്മൾ പല ഇതിലും പറയുന്നുണ്ട് അല്ലെ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, വേജസ് ആക്ട് 1948, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965. എല്ലാ ഡേറ്റുകളും അല്ലെ സോറി എല്ലാ ഇയേഴ്സുകളും അത് മസ്റ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് പോകാം. അവിടെ പോകാതിരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, ലേ ഓഫ് കോമ്പൻസേഷനിൽ വരുന്ന കാര്യങ്ങൾ അല്ലെ. ഇൻ കേസ് സെക്യൂരിറ്റി എംപ്ലോയീസ് സെക്യൂരിറ്റിയുടെ അണ്ടറിലാണ് നമുക്കറിയാം ലേ ഓഫ് കോമ്പൻസേഷനും റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷനും വരുന്നത്. അതേമാതിരി തന്നെ അവിടെ തീർച്ചയായിട്ടും അതിൽ എത്ര പെർസെന്റേജ് വരെയാണെന്ന് പറയാം. ലേ ഓഫ് കോമ്പൻസേഷൻ അറ്റ് റേറ്റ് 50% ഓഫ് ദ ടോട്ടൽ ബേസിക് അല്ലെ. ടോട്ടൽ ബേസിക്കിന്റെ DNS സർവീസിന്റെ ഒക്കെ എത്ര പെർസെന്റേജസ് ആണ് ലേ ഓഫ് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കുന്നത്? 50% ആണ്. അത് എത്ര വരെയാണ് അതും ശ്രദ്ധിക്കേണ്ടതാണ്. യൂഷ്വലി പെയ്ഡ് അപ് ടു 45 ഡേയ്സ് ഇൻ ഇയർ. ഒരു ഇയറിൽ 45 ദിവസം വരേക്കും മാത്രം അത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനപ്പുറം കൊടുക്കാനായിട്ട് സാധിക്കും. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. മാക്സിമം 45 ഡേയ്സ് ഓഫ് ബേസിക് ഇയർ. അല്ലാതെ എമൗണ്ട്സുകൾ നമുക്കറിയാം വേരിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാറ്റഗറൈസ് ചെയ്യുന്ന ഡേയ്സുകൾക്കൊന്നും വ്യത്യാസങ്ങളൊന്നും കാറ്റഗറിയില്ല. സോ അതുകൊണ്ട് ഇയറുകൾ ഇതേമാതിരി തന്നെയുള്ള ഈ 45 ഡേയ്സ് 50% എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കുക. വെൽഫെയർ ആൻഡ് റിക്രിയേഷൻ ഫെസിലിറ്റീസ് എന്തൊക്കെ പെടുന്നത് അല്ലെ. ഹൗസിംഗ്, ക്യാമ്പിംഗ്, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, അങ്ങനെ കൺസ്യൂമർ സൊസൈറ്റീസ്. അപ്പൊ അത് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം
അല്ലെ, അതിനിപ്പോ സൊസൈറ്റി അല്ലെങ്കിൽ ക്യാരി സൗകര്യങ്ങൾ, അവിടെ ക്യാരി സൗകര്യങ്ങളുടെ ഇയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1948 ഫാക്ടറീസ് ആക്ടിലാണ്. ആ സെക്ഷൻ ഓർത്ത് വയ്ക്കുന്ന സെക്ഷൻ 46 ആണ്. മോർ ദാൻ 250 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെ 250 കൂടുതൽ അംഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മസ്റ്റ് ആയിട്ടും മാൻഡേറ്ററി ആയിട്ട് അവിടെ എംപ്ലോയീസിന് ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ട്. അതല്ലാത്ത കമ്പനികളൊക്കെ ആണെങ്കിൽ, അതിനേക്കാൾ താഴെയുള്ള കമ്പനികളാണെങ്കിൽ വോളണ്ടറി ആയിട്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ക്യാരി സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. എംപ്ലോയീസ് കൗൺസിലിംഗ്, ഇത് ചെറുതൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് ഒരു തരത്തിലുള്ള ഒരു ബെനിഫിഷ്യൽ പാക്കേജ് ആണ്. അത് ആരും കൊടുക്കുന്നതാണ് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന കാര്യമാണ് ചെയ്യാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും തന്നുകൊണ്ട് നമുക്കറിയാം നോൺ ടാക്സബിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും നോട്ട് ചെയ്യുക. ഇതൊക്കെ നോൺ ടാക്സബിൾ ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളാണ്. അതേമാതിരി തന്നെ വോളണ്ടറി എംപ്ലോയിക്ക് ലഭ്യമാക്കി കൊടുക്കുന്നതാണ്. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് PF പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നേരത്തെ ഇതിൽ തന്നെ ഒരെണ്ണം സ്റ്റാറ്റ്യൂട്ടറി ആണെന്ന് നമ്മൾ കണ്ട്. അതെന്താണ്, 250 മെമ്പേഴ്സിനൊക്കെ കൂടുതൽ അംഗങ്ങളുള്ള സ്ഥാപനങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് മസ്റ്റായിട്ടും ക്യാരി സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു വശമായിട്ട് പറയും. ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഇയേഴ്സുകളുണ്ട്. അബ്രിവിയേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് പോവാം. സ്കീമുകളെല്ലാം തന്നെ 2-3 അതിന്റെ ഇയേഴ്സുകളൊക്കെ നോട്ട് ചെയ്ത് പോവാം. ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഒരു 5 വർഷം അല്ലെ 5 വർഷമെങ്കിലും എംപ്ലോയറുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിലാണ് അത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഗ്രാറ്റുവിറ്റീസ് റിവാർഡ് ഓഫ് എംപ്ലോയി ഫോർ എ ലോങ് സർവീസ് വിത്തിൻ പ്രസന്റ് എംപ്ലോയർ, അല്ലെ പ്രസന്റ് എംപ്ലോയറുടെ കൂടെ ഇത്ര നാൾ വർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നതാണ്. ഇവിടെ പറയുന്നുണ്ട് ഗ്രാറ്റുവിറ്റീസ് പേയബിൾ ടു ഓൾ എംപ്ലോയീസ് ഹു അവർ മിനിമം കണ്ടിന്യൂസ് സർവീസ് ഫോർ 5 years വിത്ത് പ്രസന്റ് എംപ്ലോയർ, അല്ലെ 5 വർഷമെങ്കിലും ആ തൊഴിലുടമയുടെ അണ്ടറിൽ തന്നെ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണെങ്കിലാണ് ഈ ഒരു ഗ്രാറ്റുവിറ്റിക്ക് അർഹതപ്പെടാനായിട്ടുള്ള സാധ്യത. 1972 ഒരു ഇയറൊക്കെ ഓർത്ത് വെക്കുക. മെഡിക്കൽ ബെനിഫിറ്റ്സ് ESSI, അത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 അങ്ങനെയുള്ള കാര്യം ഓർത്ത് വെക്കുക. പെൻഷൻ ബെനിഫിറ്റ്സ് എംപ്ലോയീസ് ഫാമിലി പെൻഷൻ സ്കീം 1971. ഇതില് റിട്ടയർമെന്റ്, ഫാമിലി പെൻഷൻ, ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ്, വിഡ്രോവൽ ബെനിഫിറ്റ്സ് അത് നോക്കാം. A benefit in the form of a lump sum given to a member on their normal retirement under the employee's family pension scheme is a dash. Family pension, life insurance benefit, withdrawal benefits, retrenchment benefit. അത് ഒന്ന് നോക്കാം. കണ്ടോ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ലംസം ഗിവൺ സബ്ജക്ട് ടു എ മാക്സിമം പേപ്പർ. അത് എമൗണ്ട് ഒന്നും കൃത്യമായിട്ട് പറയുന്നില്ല എങ്കിൽ റിട്ടയർമെന്റ് അല്ലെ അതുമായി ബന്ധപ്പെട്ട ഒരു ലംസം എമൗണ്ട് അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണ്. അത് മനസ്സിലാക്കി വെക്കാം. A person responsible for developing, managing and communicating benefit programs to employees. ആരാണ്? CEO ആണോ, ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഓർ HR മാനേജർ ആണോ, ഫിനാൻസ് മാനേജർ ആണോ, ലാൻഡ് മാനേജർ ആണോ? ഇവ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ് അവിടെ അല്ലെ? ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഓർ HR മാനേജർ ആണ്. കണ്ടുപോയതാണ്. HR ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് HR ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണ് അത് കൈകാര്യം ചെയ്തു പോകുന്നത്. ഇനി എന്താ നമ്മള് ഇതിനൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാണെങ്കിലും എല്ലാം തന്നെ ഒന്ന് നോക്കി പോകാനായിട്ട് ശ്രമിക്കുക. പ്രൊബേഷണറി പീരിയഡ് അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഫസ്റ്റ് പ്രൊബേഷണറി പീരിയഡ് ടൈമിൽ അവർക്ക്
ടാക്സും കാര്യങ്ങളൊന്നും ഈടാക്കുന്നില്ലാത്ത ഒരു സമയമാണ്, അത് ഓർത്ത് വെച്ചേക്കാം. എംപ്ലോയിക്ക് മസ്റ്റായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ഫോർമാലിറ്റീസും ഇല്ലാത്ത ഒരു ടൈം കൂടിയാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്, പ്രൊബേഷണറി പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലൊക്കെയാണെങ്കിൽ നമുക്കറിയാം വ്യത്യസ്ത തരത്തില് എംപ്ലോയീസിന്റെ ചോയ്സ് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ച് പേരെങ്കിലും ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് എംപ്ലോയീസ് ആണെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂ ആയിരിക്കും മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ സൊഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് എന്തെങ്കിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുമ്പോഴും നമുക്കറിയാവുന്നതാണ്, കോസ്റ്റ് കുറച്ചുകൊണ്ട് അല്ലേ അവർക്ക് പ്ലാനുകൾ കൃത്യമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതൊക്കെയുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ പ്രൊബേഷണറി പീരീഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ പീരീഡ് ഡ്യൂറിംഗ് which a new employee is not yet eligible for certain benefit plans is known as. Okay, ഇവിടെ ബെനിഫിറ്റ്സ് അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള നിയമവശം ഇല്ലാത്തത് കൊണ്ട് തന്നെ അല്ലെ അവിടെ പറയുന്നുണ്ട് ഈസ് നോട്ട് യെറ്റ് എലിജിബിൾ ഫോർ സർട്ടൻ ബെനിഫിറ്റ് പ്ലാൻസ്. വെക്കേഷൻ പീരീഡ്, പ്രൊബേഷണറി പീരീഡ്, റിട്ടയർമെന്റ് പീരീഡ്, കോൺട്രിബ്യൂട്ടറി പീരീഡ്. നമുക്കറിയാം പ്രൊബേഷണറി പീരീഡിലാണ് ന്യൂ എംപ്ലോയീസ് എലിജിബിൾ ആവാത്ത ഒരു സമയം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട്. നമുക്ക് നോക്കി പോകാനാണെങ്കിൽ എംപ്ലോയീസ് റിലേഷൻസ് ആണ് അല്ലെ, ഇമ്പോർട്ടൻസുകളൊക്കെ ഉണ്ട്, ജസ്റ്റ് പ്രോബ്ലംസും ഉണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായത് അല്ലെ എപ്പോഴും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളൊക്കെ കൊടുക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുന്നു, ഔട്ട്ലെറ്റ് വിട്ടുപോകാനായിട്ടുള്ള സാധ്യത കുറയുന്നു, അവർക്ക് ഫിനാൻഷ്യലി സെക്യൂരിറ്റി ഒക്കെ ആയി കിട്ടുന്നു അല്ലെ. അവിടെ തൊഴിലുടമയും തൊഴിലാളികളൊക്കെ ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നു. പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ ഇപ്പൊ ബെനിഫിഷ്യൽ പാക്കേജ് ഒക്കെ എവിടെ നിന്നും കിട്ടുന്നത് കൊണ്ട് പാറ്റേണിലിസം അല്ലെ ഒരു പാരന്റൽ അപ്രോച്ച് ആയിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. ഫ്യൂച്ചർ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. പുതിയ പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് മാറ്റി കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരുന്നു. ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ്, അവോയ്ഡിങ് അതർ എംപ്ലോയീസ് ഫങ്ഷൻസ്. ഓക്കെ, എനിവേ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഹെഡിങ്സ് ഒക്കെ ഒന്ന് വായിച്ചു പോവാം. എംപ്ലോയീസ് റിലേഷൻസിന്റെ മറ്റു പേരുകളൊക്കെ നോട്ട് ചെയ്ത് പോവാം. ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ലേബർ മാനേജ്മെന്റ് റിലേഷൻസ്, ലേബർ റിലേഷൻസ് ഒക്കെ. ഇൻഡസ്ട്രിയൽ ആൻഡ് റിലേഷൻസ്, അത് ആ 2 വേർഡ്സ് ഓഫ് ഇൻഡസ്ട്രി അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. വ്യത്യസ്ത വ്യക്തികൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ നിർവഹിച്ചിരിക്കുന്നത്. നേച്ചർ ഓഫ് എംപ്ലോയി റിലേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എംപ്ലോയീസ് റിലേഷൻസ് പറഞ്ഞാൽ തൊഴിലാളി തൊഴിലുടമ, അത് മാത്രമുള്ള ബന്ധമല്ല. നമുക്കറിയാം അവിടെ ഗവൺമെന്റ് അതേമാതിരി തന്നെ മറ്റു കൺട്രികളുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് നല്ലൊരു വ്യാപാര ബന്ധം സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിച്ച് യൂണിയനൊക്കെ ഉണ്ടെങ്കിൽ യൂണിയനൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിച്ചാൽ മാത്രമാണ് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അവിടെ സഹകരണവും തർക്കങ്ങളും വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ്. നമുക്കറിയാം സൈക്കോളജി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക് എല്ലാ സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകേണ്ടതാണ് അല്ലെ. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് ഇപ്പോഴും കാണാറുള്ളതാണ്. എന്താണ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്? ഈസ് ഓൾസോ നോൺ ആസ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ എംപ്ലോയിനെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരു രീതിയാണ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് എംപ്ലോയീസിന് ആ വർക്കിന്റെ ഓർഗനൈസേഷൻ ആക്ഷൻ നേടിയെടുക്കാൻ എന്നുള്ള ഒരു ഉത്തരവാദിത്വം വരുന്നു അല്ലെ. വളരെ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്താണ് തർക്കങ്ങളൊക്കെ സെറ്റിൽമെന്റ് ചെയ്യാനും ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ എംപ്ലോയിയുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ടുള്ള ഒരു ഇടത്തരക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകളാണ്. എംപ്ലോയേഴ്സിനും യൂണിയനുകളുണ്ട്. അബ്രിവേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് പോവുക. ചിലപ്പോൾ CIE അല്ലെങ്കിൽ AIOE എന്നൊക്കെ പറയുന്നത് ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ ചെല്ലുമ്പോൾ അല്ലെ എംപ്ലോയീസിന് വേണ്ടിയിട്ടാവാം, എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ടാവും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനുകളാണ് CIE-യും AIOE-യും. അബ്രിവേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എന്താണ് ദ കൗൺസിൽ ഓഫ് ഇന്ത്യൻ എംപ്ലോയേഴ്സ്, ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻസ് ഓഫ് എംപ്ലോയേഴ്സ്. ആക്റ്റീവ് ബാർഗെയിനിങ് എന്താണെന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അത് ലാസ്റ്റ് ഭാഗത്തൊക്കെ ധാരാളം പഠിക്കാനുണ്ട്. എംപ്ലോയീസ് റിലേഷൻസുമായി ബന്ധപ്പെട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിന്റെയൊക്കെ ഹെഡിങ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോവുക. ആക്ടേഴ്സ്
മൂന്ന് ആക്ടേഴ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. നമുക്കറിയാം എംപ്ലോയർ, എംപ്ലോയി ആൻഡ് ഗവൺമെന്റ്. എംപ്ലോയറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വിവിധ ഓർഗനൈസേഷനുകളാണ് എങ്കിൽ എംപ്ലോയിനെ സപ്പോർട്ട് ചെയ്യാൻ യൂണിയനുകളായിരിക്കും ഉണ്ടാവുക. ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം കോർട്ടും ട്രൈബ്യൂണൽസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്, അല്ലെ, അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളാണ് എക്കണോമിക്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ്. ഇതിന്റെയൊക്കെ നമ്മൾ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അല്ലെ. ഗവൺമെന്റ് കോഴ്സ്, ലേബർ ലോസ്, വർക്കിംഗ് ലേബർ കോഴ്സ്, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽസ്, ഇതെല്ലാം എന്താണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സിൽ പെടുന്ന ഘടകങ്ങളാണ്. അതേപോലെ തന്നെ എക്കണോമിക് ഫാക്ടേഴ്സിലും പെടുന്ന ഘടകങ്ങൾ, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്, ഗ്ലോബൽ ഫാക്ടേഴ്സ്, ILO എന്താണെന്നുള്ള കാര്യം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനിലെ എടുക്കുക. അപ്രോച്ചസ് നമുക്ക് അറിയാവുന്നതാണ്, സൈക്കോളജിക്കൽ, സോഷ്യോളജിക്കൽ, സോഷ്യോഎത്തിക്കൽ അപ്രോച്ച്, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. അതൊക്കെ ആരാണ് ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ട്രസ്റ്റ്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഗാന്ധിയൻ അപ്രോച്ച് ആണ്, അല്ലെ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. മെയ്യോ ആണ് ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട വ്യക്തിത്വം. സോഷ്യൽ ഫീലിങ്സ്, ലൈക്സ്, ഡിസ്ലൈക്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ചിലാണ് ആ സമീപനം വരുന്നത്. ഡെവലപ്പ് സിസ്റ്റം അപ്രോച്ച് എന്താണ്, ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റം, ഇനി ഡെവലപ്മെന്റ് കമ്പോസേഴ്സ്, കണ്ടസ്റ്റ് ഐഡിയോളജി, ഇതെല്ലാം ഡെവലപ്മെന്റ് സിസ്റ്റം അപ്രോച്ചിൽ പെടുന്നതാണ്. അതിന്റെയൊക്കെ എലമെന്റ്സുകളൊക്കെ പറയുന്നുണ്ട്. സിഗ്നിഫിക്കൻസ്, റിലേഷൻസിന്റെ സിഗ്നിഫിക്കൻസ്, ആ ഹെഡിങ്സുകളൊക്കെ വെച്ച് തന്നെ നോക്കാൻ പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ട്രേഡ് യൂണിയനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ട്. കാരണം നമുക്കറിയാം എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ട്രേഡ് യൂണിയനുകൾ. ട്രേഡ് യൂണിയനുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ട്രേഡ് യൂണിയനുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് ട്രേഡ് യൂണിയനിൽ അംഗത്വം സ്വീകരിക്കാൻ കാരണം നമുക്കറിയാം. പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ്. ഡിസ്ക്രിമിനേഷൻ ആണെങ്കിൽ, അല്ലെ, അവിടെ തീർച്ചയായിട്ടും എന്താണ് ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ് കിട്ടാനായിട്ട്, പ്രഷർ ആൻഡ് റെസ്പെക്ട് എംപ്ലോയേഴ്സ് ക്യാൻ എക്സ്പ്രസ് ദെംസെൽവ്സ്, സ്വന്തം ഐഡിയാസ് ഒക്കെ അവിടെ ചർച്ചയിലൊക്കെ പ്രകടിപ്പിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കൊണ്ടാണ് അവിടെ ബന്ധപ്പെട്ടത്. നമ്മുടെ സമയം കഴിഞ്ഞു. എനിക്ക് നെക്സ്റ്റ് അവിടെ ക്ലാസ്സും ഉണ്ട്. സോ ട്രേഡ് യൂണിയൻ വരെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. ബാക്കിയുള്ളത് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെയല്ലേ? നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്, ചെയ്യില്ലാണ്. ഓക്കെ, ചിലപ്പോ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും എന്നാ തോന്നുന്നത്. നിങ്ങൾക്ക് ടൈംലൈനൊക്കെ കിട്ടിക്കാണാം. 15th അല്ലെ, സമയമൊക്കെ നിങ്ങൾക്ക് ടൈംലൈനൊക്കെ കിട്ടിയോ? എക്സാം ടൈംലൈനൊക്കെ കിട്ടിയോ? അതനുസരിച്ചിട്ട് തന്നെ ഒരുങ്ങുക. ഓൾ ദ ബെസ്റ്റ്. ആരും എന്താ പറയാ, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കരുത്. എന്തായാലും ജോലിക്ക് വേണ്ടിയിട്ട് ജോലിയുള്ളവരെ അത് നന്നായിട്ട് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അല്ലാത്തവരും എന്തിനെങ്കിലൊക്കെ ഇറങ്ങിത്തിരിക്കാനായിട്ട് ശ്രമിക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.